പക്ഷേ ഏത് റോളായാലും ചെയ്യും. ഒരു ആർട്ടിസ്റ്റിന് ഇന്ന റോള് ചെയ്യുള്ളൂ എന്ന് പറയുന്നത് അവർക്ക് യോജിച്ചതല്ല. ഏതായാലും ഞാൻ ചെയ്യും, അത്രയേ ഉള്ളൂ. ശരിക്കും എന്ന് പറഞ്ഞാൽ ദ്വിജ എന്നൊരു സിനിമയുണ്ട്, അമല പോളൊക്കെ അഭിനയിച്ചത്. അതൊരു ഓസ്കാറാണ്. അത് ഷൂട്ട് കഴിഞ്ഞു, ഫുൾ ഷൂട്ട് കഴിഞ്ഞു. പിന്നെ ഓൺ ദ സ്പോട്ടിൽ തന്നെയായിരുന്നു ഡബ്ബിങ്, അത് കഴിഞ്ഞു. സിനിമയിലെ പോലെ സീരിയലിൽ നല്ല തിളങ്ങി നിൽക്കുന്ന ഒരു താരമാണ്. മാമിന് എന്താണ് ഈ സീരിയലും സിനിമയിൽ ഒരു പ്രധാന വ്യത്യാസമായിട്ട് നോക്കിയിട്ടുള്ളത്? ഇല്ല, എനിക്ക് വലിയ വ്യത്യാസം, ചെറിയ സ്ക്രീനും ബിഗ് സ്ക്രീനും. പക്ഷേ നമ്മുടെ കൂടുതലും മലയാളികൾക്ക്, ഞാൻ ആരെയും അതൊരു ഇടിച്ചു താക്കെ കുറ്റപ്പെടുത്തുകയോ ചെയ്യല്ല. സീരിയൽ കാണുന്നത് പല മലയാളികൾക്കും ഭയങ്കര കുറച്ചിലായിട്ടാണ് തോന്നുന്നത്. ഞങ്ങൾ സിനിമ മാത്രമേ കാണുള്ളൂ, അല്ലെങ്കിൽ സ്പോർട്സും രാഷ്ട്രീയ വാർത്ത മാത്രമേ കാണുള്ളൂ എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ നമ്മൾ അന്യ സ്ഥലത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് സീരിയലിനെ ഏതായാലും അവർക്ക് ഭയങ്കര ഒരു ബഹുമാനമാണ്. ഇപ്പോൾ സീരിയലായാലും സിനിമയായാലും നാടകമായാലും ഞാൻ നാടകക്കാരെയാണ് ബഹുമാനിക്കുന്നത്. കാരണം സ്പോർട്ട് അത് ഭയങ്കരമായിട്ട് അവർക്ക് എഫേർട്ട് എടുക്കണം. ഡയലോഗ് കംപ്ലീറ്റ് പഠിച്ചു, അവർ സ്റ്റേജിൽ നിന്ന് അത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമല്ല. സിനിമയായാലും സീരിയലും നമുക്ക് പ്രൊമറ്റ് ചെയ്ത ഒരാളുണ്ട്, കട്ട് ചെയ്താണ് എടുക്കുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല, ത്രൂ ഔട്ട് ഒരേ രീതിയിൽ പോവുകയാണ്. അവരോടാണ് എനിക്ക് ബഹുമാനമുള്ളത്. കാരണം ഇതുവരെ ഞാൻ ചെയ്യാത്തൊരു കൈ തൊട്ടിട്ടില്ല, സ്കൂളിലും കോളേജിലും. അതേപോലെ അല്ലല്ലോ ഒരു പ്രൊഫഷണലിസം. അറിയില്ല, ഞാൻ ഒരിക്കലും ഒരു നടിയാവാനും ആഗ്രഹിച്ചിട്ടില്ല, നടിയാവുമെന്ന് വിചാരിച്ചിട്ടുമില്ല. പക്ഷെ 32 വർഷം ഇവിടെ നിൽക്കാൻ പറ്റിയത് ദൈവാനുഗ്രഹമാണ്. ഇനി എല്ലാം ബ്ലെസ്സിങ് ആണ്. ഞാൻ പഠിച്ച മേഖല വേറെയാണ്, ആഗ്രഹിച്ചതും വേറെയാണ്. പക്ഷേ യാദൃശികമായിട്ട് ഇവിടെ വന്നു ഈ 32 വർഷം ഇവിടെ നിൽക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബ്ലെസ്സിങ്ങാണ്. കാരണം എന്നെയും കാട്ടി കഴിവും എല്ലാം ഉള്ളവർ പുറത്ത് നിൽക്കുമ്പം ഇതിൻ്റെ ഒരു ഭാഗമാവാനും ഇപ്പോഴും നിലനിൽക്കുക എന്ന് പറയുമ്പം ഒരു അനുഗ്രഹമാണ്. അപ്പം എന്താണ് വരണമെന്ന് എനിക്കറിയില്ല, വരുന്നതൊക്കെ സന്തോഷമായിട്ട് സ്വീകരിക്കും. മാമിൻ്റെ സീരിയൽ പലതും കണ്ടിപ്പോൾ വില്ലത്തി റോളായിരുന്നാലും പവർ റോളായിരുന്നാലും അടിപൊളിയായിട്ടാണ് ഇതുവരെ തോന്നിയിട്ടില്ല. എങ്ങനെയാണ് ആ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്? ഞാൻ ആക്ച്വലി പാവം വളരെ അപൂർവമാണ് ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ്. കാരണം ചെയ്തിട്ടുള്ളതൊക്കെ ഇതുവരെ വില്ലത്തി എന്ന് പറഞ്ഞാൽ സാധാ വില്ലത്തി ക്യാരക്ടറൊന്നും ആരും വിളിക്കാറില്ല. ഇതുവരെ ആരും ചെയ്യാനില്ലാത്ത, അല്ലെങ്കിൽ ഇവിടെ പെർഫോമൻസ് അങ്ങനെ മാത്രമാണ്. സീരിയൽ ആസ് യൂഷ്വൽ ക്യാരക്ടറിന് ആരും എന്നെ വിളിക്കാറില്ല. ഇങ്ങനെ എന്തെങ്കിലും ഒരു പെർഫോമൻസ് ഉണ്ടെങ്കിൽ വിളിക്കുന്നത്, അതും സത്യം ഒരു ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. പിന്നെ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല, ഇപ്പോഴും അറിയില്ല, അന്നും അറിയില്ല, ഇന്നും അറിയില്ല. കഥാപാത്രത്തിൻ്റെ ഒരു ബിഹേവിങ് ആറ്റിറ്റ്യൂഡ് മാത്രമാണ് അറിയണം. ഒരു ക്യാരക്ടർ പറയാൻ നേരത്ത് നമുക്ക് മനസ്സിലേക്ക് വരും. അതിനെന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള എൻ്റെ വായനയാണ്. വായന എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഒരു കഥാപാത്രം വരുമ്പോൾ പിന്നെ ഒരു ശക്തി നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട്, അത് മാത്രമേ എനിക്ക് അറിയാവുള്ളൂ.